എങ്ങനെ സ്കെയിൽ ചെയ്യാൻ ഒറ്റ വഴിയുള്ളൂ. കോഴ്സറ പോലെ, യുഡമി പോലെ ഒരു പ്ലാറ്റ്ഫോം തുടങ്ങുക, എന്നിട്ട് അതിൽ കുറെ വീഡിയോസ് ഉണ്ടാക്കിയിടുക, എന്നിട്ട് അത് അസസ് ചെയ്യുക. ഇതായിരുന്നു നമ്മൾ ആദ്യത്തെ ചിന്ത വരെ. എപ്പോഴും ഒരു എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം തുടങ്ങുമ്പോൾ ഞങ്ങൾ ആലോചിച്ചു അതിപ്പോ എല്ലാവരും ചെയ്യുന്നുണ്ട്, ഞങ്ങളിപ്പോൾ അതിലെന്താ വെറൈറ്റി ആയിട്ടുള്ളത്. നമ്മൾ എപ്പോഴും ഇന്നോവേഷൻ എന്നുള്ള വേർഡ് കൊണ്ട് സ്റ്റാർട്ടപ്പിൽ ഉണ്ടല്ലോ, ഇന്നോവേറ്റീവുകൾ വേഗം കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ എങ്ങനത്തെ ഇന്നോവേറ്റീവ്? അവിടെ ഒരു പ്രശ്നമുണ്ട്. ഓൺലൈൻ കോഴ്സിന്റെ ഗ്ലോബൽ കംപ്ലീഷൻ റേറ്റ് 5% ഉള്ളൂ. 95% ആൾക്കാരും സ്റ്റാർട്ട് ചെയ്യും, ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും. എന്നാൽ കോളേജിൽ പോയ ഒരാള് പഠിച്ചില്ലെങ്കിലും കംപ്ലീറ്റ് ചെയ്യും, അല്ലേ? നമ്മള് അവിടെ ചിലപ്പോൾ 90% തോറ്റിട്ടുണ്ടാവും, പക്ഷെ 90% 95% ആൾക്കാരും അവിടെ കോളേജ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അതൊന്നും സോഷ്യൽ പ്രഷർ ഉണ്ട്, അങ്ങനെ കുറെ റീസൺസ് ഉണ്ട് ഇതിന്. ഓൺലൈൻ പ്ലാറ്റ്ഫോം തുടങ്ങിയോണ്ട് നമുക്ക് എഡ്യൂക്കേഷനിൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ മനസ്സിലാക്കിയ കാര്യമാണ് ഒരു ഫിസിക്കൽ പ്രോഗ്രാം കൊണ്ടുവരിക, എന്നാൽ ഇത് ഓൺലൈൻ പ്രോഗ്രാം പോലെ സ്കെയിൽ ചെയ്യാൻ പറ്റണം. അവിടെ ഞങ്ങൾ ആലോചിച്ചതാണ്, പലപ്പോഴും പലരും പറയും സർവീസ് ബേസ്ഡ് കമ്പനി അല്ലേ, ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലേ എന്ന് പറയും. പക്ഷെ ഞങ്ങൾ ഊബറിനെ പോലെയാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾക്ക് കാറുണ്ട്, ഡ്രൈവർ ഉണ്ട്, എണ്ണ അടിക്കണതൊക്കെ വേണം, ഫിസിക്കലി ഓരോ ഇതിനും വേണം. പക്ഷെ ഇതൊന്നും ഞങ്ങളല്ല കൊടുക്കുന്നത്. അതായത് ഞങ്ങൾക്ക് ട്രെയിനർ ഉണ്ടോ വെച്ചാൽ ട്രെയിനർ ഇല്ല, ഞങ്ങൾക്ക് സ്പേസ് ഉണ്ടോ വെച്ചാൽ ഞങ്ങൾക്ക് സ്പേസും ഇല്ല. എന്നാൽ ഫിസിക്കൽ പ്രോഗ്രാം ആണോ ആണ്, എഡ്യൂക്കേഷൻ പ്രോഗ്രാം ആണോ ആണ്. ടീച്ചർ ഉള്ളതിനേക്കാളും ക്വാളിറ്റി വരുന്നുണ്ട്. അതേപോലെ ഫിസിക്കൽ കോളേജിന്റെ സ്പേസിനേക്കാളും നല്ല സ്പേസ് ആണോ അതും കൊടുക്കുന്നുണ്ട്. IT എൻവയോൺമെന്റാണ് കൊടുക്കുന്നത്. ഓരോ കോർക്കി സ്പേസ് സീറ്റ് പോലെ ഇരുന്ന് സ്റ്റുഡന്റ് വർക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അവനൊരു IT കമ്പനിക്ക് പോണതിന് മുന്നേ ഉള്ള പ്രിപ്പറേഷനാണ്. ഏതൊരാൾക്കും വന്ന് അച്ചീവ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ പോലെ ഡിഗ്രി ഇതൊന്നും പ്രോബ്ലം അല്ല, +2 ഉള്ള ആൾക്കാർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ ഒരു ഡിഫറെന്റ് മോഡൽ ഉണ്ടാക്കി എന്നുള്ളതാണ്. ഇത് ട്രൈ ഔട്ട് ചെയ്ത് വിജയിപ്പിച്ചു എന്നുള്ളതാണ് ശരിക്കും ഞങ്ങൾക്കുള്ള സന്തോഷം. അതാണ്.